ഈ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കേ. ക്യാൻസറിന് കാരണമാകുന്നതായി കണ്ടെത്തിയതോടെ സൗദിയിൽ ആസ്പെറ്റോസിന്റെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ നടപടി തുടങ്ങി. ആസ്ബസ്റ്റോസ് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ്, ആസ്ബസ്റ്റോസ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകും. ഇതൊരു മിനറൽ ഫൈബറാണ്. പഴയ കെട്ടിടങ്ങളിൽ റൂഫ് ചെയ്യാനും ഇൻസുലേഷൻ തുടങ്ങിയതൊക്കെയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് പൊടിയുന്ന സമയത്ത് വളരെ ഡേഞ്ചറസ് ആണ്. ഇത് പൊളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തകർന്ന സമയത്ത് ചെറിയ ഫൈബേഴ്സ് വായുവിലേക്ക് പറക്കാം. നമ്മളത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാവും. കാരണം അതിൽ ശ്വാസകോശത്തിൽ പോയി സെറ്റിലാവും. ഒരു 20 വർഷം 30 വർഷം കഴിയുമ്പോൾ അത് ക്യാൻസറായിട്ട് മാറാം. ഓക്കെ, DNA ഡാമേജ് ഉണ്ടാവും. കാരണം അതിന് ലങ്ങിൽ ഇരുന്നിട്ട് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അങ്ങനെ മീസോത്തീലിയോമ എന്നുള്ള പ്രോബ്ലം, ലങ് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആസ്ബസ്റ്റോസ് ഷീറ്റ് പൊളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആസ്ബസ്റ്റോസ് ഷീറ്റ് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മാസ്കുകൾ ധരിച്ച് N95 പോലുള്ള മാസ്കുകൾ ധരിച്ചിട്ട് വേണം അവിടെ നിൽക്കാൻ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇത് വീണ്ടും ഒരു അവയർനെസ് ആണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ക്യാൻസറുകളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും.